ഒരു കാരണവശാലും എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ഇലയുടെ കറ നിങ്ങൾ ഉപയോഗിക്കരുത്. പ്രത്യേകിച്ച് നിങ്ങളുടെ തൊലിപ്പുറത്തുണ്ടാകുന്ന പാലുണ്ണി അല്ലെങ്കിൽ അരിമ്പാറ ഈ തുടങ്ങിയ സാധനങ്ങൾക്കൊക്കെയാണ് ഇതിൻ്റെ കറ ഉപയോഗിക്കുന്നത്. ഒരു കാരണവശാലും നിങ്ങളിത് ഉപയോഗിക്കരുത്. ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെയും വിദഗ്ധമായ ഒരു അഭിപ്രായം തേടിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാവൂ. ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടാവും. നിങ്ങൾ ധാരാളം വീഡിയോകൾ കണ്ടിട്ടുണ്ടാവും ഇതിൻ്റെ കറ ഉപയോഗിച്ച് നമ്മുടെ ശരീരത്തുള്ള അരിമ്പാറ, പാലുണ്ണി പോലുള്ള സാധനങ്ങളൊക്കെ മാറും എന്ന്. പക്ഷേ ഈ വീഡിയോ കണ്ടിട്ട് ഞാനും ചെയ്തു നോക്കി. ഇതിൻ്റെ ഈ ഒരു കറ ഉപയോഗിച്ച് ഞാനും എൻ്റെ ശരീരത്ത് ഉണ്ടായ പാലുണ്ണിയൊക്കെ മാറ്റാൻ നോക്കിയിട്ടുണ്ട്. അതുപോലെ എൻ്റെ ഈ മുഖത്തിൻ്റെ ഈ ഭാഗത്ത് 2 പാലുണ്ണിയുണ്ട്. അതും ഒക്കെ മാറ്റാൻ ഞാൻ ശ്രമിച്ചു നോക്കി. പക്ഷേ അതിൽ നിന്നൊക്കെ എനിക്ക് കിട്ടിയത് വിപരീതമായ ഫലമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞത്. എരുക്കിൻ്റെ കറ ഉപയോഗിച്ച് നിങ്ങളിത് മാറ്റാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ സ്കിന്നിന് മറ്റ് പ്രശ്നങ്ങളും കൂടി ഉണ്ടാവും. അപ്പം ഞാൻ ഉദാഹരണത്തിന് ഇതിൻ്റെ ഒരു കറ ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ കറ. ഒരു വെള്ള പാല് പോലെ ഇരിക്കുന്ന ഒരു കറയാണ് ഈ ഒരു സംഭവം. ഒരുപാട് വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ കറ ഉപയോഗിച്ചാൽ നമ്മുടെ ശരീരത്തെ പാലുണ്ണി, അരിമ്പാറ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഇത് പുരട്ടിക്കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് മാറിക്കിട്ടും എന്നൊക്കെയാണ് നമ്മൾ പല വീഡിയോയിലും കണ്ടിട്ടുള്ളത്. അപ്പം ഞാൻ എന്തായാലും ഒരു വീഡിയോ ചെയ്യുമ്പം അതൊന്ന് പരീക്ഷിച്ച് നോക്കിയതിന് ശേഷം അതിൻ്റെ റിസൾട്ട് അറിഞ്ഞിട്ട് നിങ്ങൾക്കോട് പറഞ്ഞാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് നോക്കിയത്. അപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം എൻ്റെ ഈ ഫേസിൽ ഈ 2 ഭാഗത്ത് 2 പാലുണ്ണിയുണ്ട്. അപ്പം ഈ തൊലിപ്പുറത്തൊന്നും തട്ടാത്ത രീതിയിൽ ഞാനിവിടെ അപ്ലൈ ചെയ്ത് നോക്കി. ഏകദേശം ഒരാഴ്ചയിൽ ഒരു 3-4 ദിവസം ഞാൻ ചെയ്ത് നോക്കി. ഇപ്പോൾ ഒരു 2-3 ആഴ്ച കൊണ്ട് ഞാനത് ചെയ്ത് നോക്കുന്നുണ്ട്. പക്ഷേ ഒരു വ്യത്യാസവും എനിക്കുണ്ടായിട്ടില്ല. ആദ്യം ചെയ്തപ്പം ഇത് ചെറുതായിട്ട് വന്നായിരുന്നു, ഇതിൻ്റെ സൈസ് ഒന്ന് ചെറുതായിരുന്നു. പക്ഷേ രണ്ടാമത് വീണ്ടും ഞാനിത് അപ്ലൈ ചെയ്ത സമയത്ത് ഈ പാലുണ്ണി നിൽക്കുന്ന ഈ സ്ഥലത്തിൻ്റെ ചുറ്റുഭാഗം, അതായത് ഏകദേശം ഒരു റൗണ്ട് ഭാഗത്ത് അവിടെ തടുപ്പായിരുന്നു ഉണ്ടായത്. ഒരു ഭയങ്കര എരിച്ചിലും പുകച്ചിലും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒരു രണ്ടാമത്തെ പ്രാവശ്യം അപ്പം ഞാൻ വിചാരിച്ചു രണ്ടാമത്തെ ദിവസം ഉണ്ടാകുമ്പോൾ ചെറിയൊരു പ്രശ്നം ഉണ്ടാവാതിരിക്കും. അങ്ങനെ 3ാമത്തെ ദിവസം ഞാനത് അപ്ലൈ ചെയ്തു. 3ാമത്തെ ദിവസം ഈ തടുപ്പ് കൂടി. 4ാമത്തെ ദിവസം ചെയ്തപ്പോൾ അതിലും കൂടി. അങ്ങനെ ബുദ്ധിമുട്ട് എനിക്കുണ്ടായി. പക്ഷേ ഇതിനകത്ത് ഒരു മാറ്റവും എനിക്കുണ്ടായിട്ടില്ല. ഇതുവരെ ഇത് പോയിട്ടുമില്ല. ഇതുകൊണ്ടിത് പൂർണ്ണമായിട്ട് പോകും എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിക്കാണും. ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ അഭിപ്രായം ഒന്ന് പറയാൻ ശ്രമിക്കുക. എന്തായാലും കൂടുതലും പേർക്ക് ഇതിൽ റിസൾട്ട് കിട്ടാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ചെയ്ത് നോക്കിയിട്ടുള്ള ആളുകൾക്കും ഇത് മനസ്സിലാവും. വെറുതെ ഒരു കണ്ടൻറ്റിന് വേണ്ടി ഇല്ലാത്തൊരു കാര്യം പറയരുതല്ലോ. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളിലേക്കൊന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായ അനുഭവങ്ങൾ, ഒരു 90% ആളുകൾക്കും ഇത്തരത്തിലുള്ള അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്. ഞാൻ പല ആളുകളോടും ഇത് ചോദിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇതിനകത്ത് യാതൊരു മാറ്റം ഉണ്ടായിട്ടില്ലെന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ വല്ലതും ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതല്ലാതെ നിങ്ങൾക്ക് ഇതിനകത്ത് പോസിറ്റീവായിട്ടുള്ള റിസൾട്ടാണ് കിട്ടിയെങ്കിൽ തീർച്ചയായിട്ടും അതും പറയുക. എന്തായാലും എന്നെ സംബന്ധിച്ച് ഇത് നെഗറ്റീവായിട്ടൊരു സംഭവമാണ് കിട്ടിയേക്കുന്നത്. ഇനി ഇതിനകത്ത് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും അത്യാവശ്യം ഇത്തരത്തിലുള്ള അരിമ്പാറ, പാലുണ്ണി പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നല്ലൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം അവർ പറയുന്ന നിർദ്ദേശം അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക. അല്ലാതെ ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ ശരീരത്ത് ഇൻഫെക്ഷനോ അല്ലെങ്കിൽ മറ്റ് സാധനങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളിത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരാം.